everybody, welcome back to Dilse. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന സിറ്റി ലാൻഡ് മാളിലേക്കാണ്. ഇത് ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വാദി അൽ സഫ ബിഹൈൻഡ് ഗ്ലോബൽ വില്ലേജിലാണ്. അപ്പോൾ ഇവിടെ എത്തിയത് തന്നെ നമുക്ക് കുറേ കുട്ടികളുടെ സാധനങ്ങളാണ് കാണാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വേൾഡ് മാതിരിയായിരുന്നു ഈ മാളിൻ്റെ അകത്ത് മുഴുവനും. കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ഇതായിരുന്നു. പിന്നെ കുറേ പേര് ഡ്രോയിങ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു സൈഡ് ബൈ സൈഡ്. പിന്നെ ഫോട്ടോഷൂട്ടിന് കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ ട്രെയിൻ മാതിരത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ടെഡി ബെയറും ബട്ടർഫ്ലൈനൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ളതും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോയത് മെയിൻ അട്രാക്ഷൻ ഓഫ് ദ പ്ലേസ് ആണ്. സത്യം പറയുമ്പോൾ മാളിലെ മെയിൻ അട്രാക്ഷനാണ് ഈ പുറത്തത്തെ ഒരു ഇത്. സത്യം പറയുമ്പോൾ കളർഫുൾ ബിൽഡിങ്സൊക്കെ ആയിട്ട് അടിപൊളി ഒരു വൈബായിരുന്നു. സത്യം പറയുമ്പോൾ ഇത് നമ്മൾ എങ്ങനെ പോകണോ എങ്ങോട്ട് പോകണമെന്നൊന്നും നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. ബിക്കോസ് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സത്യം പറയുമ്പോൾ നമുക്ക് വഴിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീന്, വൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. സത്യം പറയുമ്പോൾ ആളുകൾ കുറേ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെയാണ് പോയത്. സത്യം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐഡിയ കിട്ടില്ല എവിടേക്ക് പോകണം എവിടേക്ക് പോകണ്ട അങ്ങനെയൊക്കെ നമുക്ക് വഴി വിടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പോയപ്പോൾ കണ്ടില്ല. പിന്നെ കുറേ ട്രീസിൻ്റെ മുകളിൽ അമ്പർല വെച്ചിട്ട് കുറേ ഫോട്ടോഷൂട്ട് ഏരിയാസ് ഉണ്ടായിരുന്നു. ഇവിടെ കാണുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കളർഫുള്ളായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കാങ്ക്രൂവിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് ഫോട്ടോ കുറേ കുട്ടികളുടെ എടുക്കേണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ശരിക്കും താഴെ എന്ന് പറയുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ആയിരുന്നു. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടെയിൻ്റെ വെള്ളമാണ് ഈ ലേക്കിൽ കൂടെയൊക്കെ പോകുന്നത്. സത്യം പറയുമ്പോൾ ചെറിയ ഡീപ്പൊന്നുമില്ല, അത്ര നമുക്ക് ഇറങ്ങാനും പറ്റില്ല, പക്ഷേ ഡീപ്പും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ബ്രിഡ്ജൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്നും കുറേ ഫോട്ടോ എടുക്കാൻ പറ്റും. ശരിക്കും നേച്ചറിനെ പറ്റിയിട്ടുള്ളൊരു സത്യം പറയുമ്പോൾ പ്ലേസാണ്. സത്യം പറയുമ്പോൾ അത് ഭംഗിയാണ് സത്യം പറയുമ്പോൾ കാണാൻ. അപ്പം നമ്മളങ്ങനെ പോകുമ്പോൾ കുറേ ലേക്കും കാണാൻ പറ്റും, കുറേ ബോഗൻ വില്ലാസും കാണാൻ പറ്റും ഇതെന്നൊക്കെ. പിന്നെ കുറേ റോക്സ് വെച്ചിട്ടാണ് എല്ലാതും ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പോണ്ടിരിക്കാനാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ. പിന്നെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഫ്ലമിംഗോസിനെ കാണാൻ പറ്റും. കുറേ ഫ്ലമിംഗോസ് ഉണ്ട്. കുറേ ആ വെള്ളത്തിൻ്റെ അടിയിൽ നാച്ചുറാലിറ്റി വരാൻ തോന്നിയിട്ട്. പിന്നെ ബ്രിഡ്ജസ് ഉണ്ടായിരുന്നു കടക്കാൻ വേണ്ടി ആ ലേക്ക്. പിന്നെ അവിടെയാണ് ഒരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നത്. ആ ഫൗണ്ടെയിൻ്റെ വെള്ളമാണ് ശരിക്കും ലേക്കിക്കൊക്കെ പോകുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോഴും കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. ഇതാണ് ആ ഫൗണ്ടെയിൻ വരുന്നത്. ഈ ഫൗണ്ടെയിനിൽ കൂടിയാണ് ലേക്കിലേക്കുള്ള വെള്ളം പോണ്. പിന്നെ നമ്മൾ ഫൗണ്ടെയിനൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് വേറെ ചെറിയ ചെറിയ ഫൗണ്ടെയിൻസ് കണ്ടത്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ നടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ ഷോ ഉണ്ടായിരുന്നു അവിടെ. ആ ഷോ ഞാൻ പണ്ട് കാർട്ടൂൺ കണ്ടതിലെ ഒരു ഷോ ആയിരുന്നു അത്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിന്ന് ഫോട്ടോ എടുക്കാൻ കുറേ പേരെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ഇറങ്ങിയപ്പോഴാണ് സിറ്റി ലാൻഡ് മാളിൻ്റെ ഫുൾ ലുക്ക് ചെറിയ ചെറിയ ബിൽഡിങ്സ് ആയിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അതും കണ്ട് നമ്മൾ തിരിച്ച് പോന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.